ഇവളുടെ ലിപ്സ്റ്റിക് കഥ ഞാൻ പറയട്ടെ. എനിക്ക് കുറച്ച് ഓവറാണ്. എനിക്ക് കുറെ ലിപ്സ്റ്റിക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചി ഇവ ടോട്ടൽ എത്രയാണെന്ന് എണ്ണാൻ പോലും പറ്റില്ല. കാണാപാടൊക്കെ ചോദിച്ചാൽ പറയും ഇത് ഏത് ഇവള് അപ്പൊ എനിക്ക് ഒബ്സഷൻ ഉണ്ട്, ലിപ്സ്റ്റിക് ഒബ്സഷൻ. അപ്പൊ ഇവള് വലിയ കാര്യത്തില് എന്റെ ലിപ്സ്റ്റിക് ഒരെണ്ണം ഇത്ര കാണിച്ചിട്ട് ഇതിന്റെ പേരെന്താ, അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് പറയോട്ടെ. അതൊക്കെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഞാൻ സത്യം. എന്നിട്ട് ഇങ്ങനെ ഒരു ഭ്രാന്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചിലപ്പോ ഒരു വർഷത്തിൽ ഒരിക്കലായിരിക്കും രമ്യനെ കാണാൻ വരുന്നത്. അന്ന് ഞാൻ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നത്തെ ഒരു 50 വർഷം ഇപ്പോഴും നീ പറഞ്ഞ സ്മാഷ് ബോക്സിന്റെ ഡ്രൈവ് ഒരു ലിപ്സ്റ്റിക്കും കൊണ്ട് ജീവിതം മുഴുവൻ. ഞാൻ വളരെ ഒരു സാധാരണ രീതിയിൽ വളരെ സാധാരണത്തോടു കൂടി പിന്നെ ഇവളുടെ ലിപ്സ്റ്റിക് ഇടുന്നതും ഒരു ഭയങ്കര പ്രത്യേകത രീതിയിലുള്ള ഒരു ഇടലാണ്. നമ്മളെല്ലാരും ലിപ്സ്റ്റിക് കൊണ്ട് ഇങ്ങനെ ഇടുന്നു. ഇവള് ലിപ്സ്റ്റിക് ഇവിടെ വെച്ച് ചുണ്ടും ഒരു പ്രത്യേകതരം ജീവിതമാണ്. ഒരു കഥ കേട്ടിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ. ഏത് ആക്ടറാന്ന് പറഞ്ഞു, പണ്ടുള്ള ഒരു ആക്ടർ ഇങ്ങനെ സിഗരറ്റ് വലിക്കുമ്പോ ഇങ്ങനെയല്ലേ നമ്മള് സിഗരറ്റ് വലിക്കുന്നത്, ഇങ്ങനെ ഇവിടെ പോയി. അപ്പൊ അങ്ങനെ ഞാൻ കേട്ടു. അതുപോലെയാണ് രമ്യ അത്രേ പോലെ അധ്വാനം എനിക്ക് ഇഷ്ടമല്ല. ഒരു സ്ഥലത്ത് ലിപ്സ്റ്റിക് വെക്കും, എന്നിട്ട് അവിടെ പോയിട്ട് ചുണ്ട് അങ്ങനെ ഇടുന്ന കുഞ്ഞിലെ അങ്ങനെ ഇട്ട് ശീലിച്ചാണോ? എന്തോ അധ്വാനിക്കും. അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ലിപ്സ്റ്റിക് അതുപോലെ കുളിക്കില്ല മൊത്തത്തില്. ചേച്ചി ഏതെങ്കിലും ലിപ്സ്റ്റിക് എടുത്തോണ്ട് പോയിട്ടുണ്ടോ? ഇവളെന്റെ കൊറേ ലിപ്സ്റ്റിക് ഞാൻ തീരാതായതൊക്കെ ഞാൻ കാണാത്ത സമയത്ത് എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇവളുടെ അങ്ങനെ ഒരു കള്ളിയുമാണ് ഇവൾ. അല്ല, ഇവളുടെ 2 ലിപ്സ്റ്റിക്കേ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ടാണ് ഇനിയുള്ള ശിഷ്ടകാലം. ആ ലിപ്സ്റ്റിക് എന്നുള്ള 2 ഞാൻ എടുക്കാറില്ല. എന്റെ കയ്യിൽ 500 ഉണ്ട്. ചില സമയത്ത് ഇവിടെ എനിക്ക് തരുവോടിയും ചോദിക്കുമ്പോ ഞാൻ കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാ ആ സഹതാപം. ചേച്ചി കൊടുത്തിട്ടുണ്ട് ശരിക്കും ഒരെണ്ണെങ്കിലും? ഞാൻ ഇവളിടുന്നതൊക്കെ ഒരുമാതിരി കളേഴ്സായതുകൊണ്ട് എന്റെ കയ്യിൽ അത് ഉണ്ടാവാറില്ല. എന്റെ അടുത്തെല്ലാം നല്ല അടിപൊളി കളറുകൾ. ഓക്കെ, എനിക്കൊന്നും പറയാൻ. ഇതൊരു രമ്യക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു എപ്പിസോഡ് അല്ലേ? ഞാൻ പിന്നെ സ്നേഹമുള്ളവർക്ക് എന്തും കൊടുക്കും. മറ്റേ ചവിട്ടി താഴ്ത്താനായിട്ട് അവസരം കൊടുക്കുന്ന. പക്ഷെ ഞാൻ പറയായിരുന്നു, അതെ ഒരു പൊടിക്ക് നിന്നേക്കാൾ നല്ലതാണോ എന്ന് വരെ എനിക്ക് തോന്നി. സത്യമായിട്ട് മോളെ നന്നായി പാടിയാ. അല്ല ബാക്കി അവൾ പറയട്ടെ. ഞാൻ സമ്മതിക്കുന്നില്ല. ഒരു പടിക്ക് രമ്യേക്കാളും നന്നായിട്ട് പാടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞു അത് സംശയമല്ല. ഇവര് രണ്ടുപേരും എന്റെ അന്തകരായിട്ടാണോ ഇവിടെ സംശയമുണ്ട്. ഞാനാണെങ്കിൽ ദൂരെ ആയി പോയി രമ്യ, സോറി. ഹരി എന്നെ നീ സപ്പോർട്ട് ചെയ്യില്ലടാ. സപ്പോർട്ട് ചെയ്യാടാ, ധൈര്യമായിട്ടിരിക്കും. എനിക്ക് ഭാവന ചേച്ചിന്റെ അടുത്തുനിന്ന് രമ്യ ചേച്ചിന്റെ അടുത്തും കൂടെ ഒരു ഡാൻസ് കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇത് മോളുടെ ആഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ കണ്ടന്റ് റൈറ്റേഴ്സിന്റെ ആഗ്രഹമാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു കോളേജ് ലൈഫ് മെമ്മറീസ് ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? എനിക്കാണെങ്കിൽ കോളേജ് ലൈഫ് ഇല്ല, അതുകൊണ്ട് മെമ്മറീസ് ഇല്ല തൽക്കാലം. അയ്യോ, ഈ വിഷമം ഉണ്ടാവില്ല ചേച്ചി? അത് ഭയങ്കര 10th കഴിഞ്ഞ ഉടനെ ഞാൻ നമ്മൾ മൂവി അഭിനയിക്കാൻ, പിന്നെ ഞാൻ അതിൽ ബിസിയായി. ഇപ്പൊ എന്താന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഇതുള്ളൂ. ഞാൻ ഈ മൂവീസിൽ കണ്ടിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇല്ല, 10th കഴിഞ്ഞപ്പോഴേ ഞാൻ പരിമളം ആവാനായിട്ട്. അതെ, കോളേജ് ലൈഫ് ഇല്ല. രമ്യ ചേച്ചിക്കോ? ഈ സിനിമയിൽ പോയി ഞാൻ വളരെ കൊച്ചു കുട്ടിയായിരുന്നു, അതുകൊണ്ട് ജനിച്ചട്ടേ ഉണ്ട്. എന്റെ കോളേജ് കാലഘട്ടം സുന്ദര സുലഭമായിരുന്നു. ആണല്ലേ? ഇവൾക്ക് മാത്രം. അവരുടെ കൂട്ടുകാരികൾ ആരും അങ്ങനെ പറയും എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഞാൻ സെന്റ് റിസാസിലാണ് പഠിച്ചത്. അപ്പോ അത് അറിയാലോ, നമ്മൾ പൊളിയാണ്. പഠിക്കണ സമയം നമ്മള് തെരേസിയൻസ് എന്ന് വെച്ചാൽ പൊളിയാണ്. വേറെ ലെവൽ പൊളി. മഹാരാജാസ്. ഇത് രാവിലെ എന്നെ മാത്രം ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ഇതിന് കമന്റ് അടിക്കുന്ന ഒന്നും ഞാൻ കേൾക്കില്ല. ഇവിടെ രാവിലെ തന്നെ ചന്ദനക്കുറിയും തൊട്ട് ബസ്സിൽ ഇങ്ങനെ വന്ന് അവിടെ അങ്ങനെ ഇരിക്കും. എന്നെ പരിഷ്കാരിയാക്കിയത് സെന്റ് റിസാസ് ആണെന്ന്. കൃത്യമായിട്ട് 5 മണിയോ 4 മണിയോ ബെല്ലടിച്ചു കഴിഞ്ഞാൽ അതേ സ്പീഡിൽ അടുത്ത ബസ് കയറി തിരിച്ച് ചോറ്റാനിക്കരെ പോയി. അങ്ങനെ തന്നെയായിരുന്നു. ആണോ ചേച്ചി? ബസ്സിൽ കയറി, ലക്ഷ്മി ബസ്സിൽ കയറി ഞാൻ വരുന്നു, ഇറങ്ങുന്നു, പഠിക്കുന്നു, തിരിച്ചു വന്നു. ഞങ്ങൾ പിന്നെ ഗേൾസ് ഓൺലി ആണല്ലോ, അതിന്റെ അത് തന്നെ മറ്റു രീതിയിലുള്ള സ്പാർക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും സ്പാർക്കൊക്കെ വെച്ച് ഞാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ചേച്ചി തൊട്ടപ്പുറത്ത് മഹാരാജാസ് ഉണ്ടായിരുന്നില്ലേ? എന്തോ അങ്ങോട്ടേക്ക് ആർക്കും എന്നെ വേണ്ടായിരുന്നു എന്നൊക്കെ ഒരു മൈൻഡ് ചെയ്തില്ല.